സ്നേഹമുള്ളവരെ, നമ്മൾ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ മദർ തെരേസ മിഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ, അവിടുത്തെ ഫാദർ സാമച്ചനാണ് നമ്മുടെ കൂടെയുള്ളത്. ഒപ്പം തന്നെ അവിടുത്തെ വൊക്കേഷൻ പ്രൊമോട്ടറുണ്ട്, ക്ലിൻസ് അച്ഛനും കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ കേരളത്തിലെ ഓക്കെ, പക്ഷേ നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ ഈ മദർ തെരേസ മിഷനിൽ വർക്ക് ചെയ്യുമ്പം അവിടുത്തെ മിഷനെ കുറിച്ച് അച്ഛനെന്ന് പറയാം. നമ്മുടെ മദർ തെരേസ മിഷൻ 2006 ആരംഭിക്കുന്നത്. ഒരു സെൻറ്ററോട് കൂടി നമ്മൾ കൃഷ്ണനഗർ ഡയസിസിൽ ആരംഭിച്ചു. അത് വളരെ വേഗം പടർന്ന് പന്തലിച്ച് 4 വലിയ ധ്യാന കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അവിടുന്ന് ത്രിപുരയിലേക്കും പിന്നീട് നേപ്പാളിലേക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. സിക്കിമിലും മിസോറാമിലും ഒഴികെ ഇന്ന് വിൻസെൻഷൻ മിഷണറിമാർ എല്ലാ സംസ്ഥാനങ്ങളിലും ധ്യാന കേന്ദ്രങ്ങൾ നടത്തി വരുന്നു. 10,000 കണക്കിന് മനുഷ്യരാണ് വചനം സ്വീകരിക്കുന്നത്. ഒപ്പം ഹിന്ദി, ബംഗ്ല, ലോക്കൽ ലാംഗ്വേജുകൾ, സന്താളി, ഇംഗ്ലീഷ്, നേപ്പാളി ഈ ഭാഷകളിലെല്ലാം നമ്മുടെ മിഷണറിമാർ വചനം പങ്കുവയ്ക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ വചനം അന്വേഷിച്ച് വരുന്നു. അപ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് വളരെയധികം വേരോട്ടമുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് വിൻസെൻഷൻ സഭയുടെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മിഷനാണിത്. അവിടുത്തെ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് കൾച്ചർ, ക്ലൈമറ്റ്, യാത്രാ സൗകര്യങ്ങളെല്ലാം ഒരു വലിയ സ്ട്രഗിളാണ്. ആരംഭകാലത്ത് ഞാൻ നേപ്പാളിലായിരുന്നു തുടങ്ങാനായിട്ട്. അവിടുത്തെ റോഡ് സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതർവൈസ് നമുക്ക് ഒത്തിരി വിളവുള്ള ഒരു വലിയ മിഷൻ മേഖലയാണ്. പ്രത്യേകിച്ച് ആളുകൾ ദാഹിക്കുന്നതായിട്ട് കാണാം. നമ്മൾ നൈറ്റ് വിജിലുകളാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മെഗാ ബൈബിൾ കൺവെൻഷൻസിനൊക്കെ 10,000 ആളുകൾ വരെയും പങ്കെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ വരുന്ന ജനങ്ങൾ നിലത്ത് കച്ചിപ്പുറത്ത് കിടന്ന് വചനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇരിക്കുന്നതും അവിടെയാണ്, ഭക്ഷണം കഴിക്കുന്ന അവിടെയാണ്. രാത്രികളിൽ ആ സ്ഥലങ്ങളിൽ തന്നെ അന്തി ഉറങ്ങി 4-5 ദിവസം അവിടെ താമസിച്ച് വചനം സ്വീകരിക്കുന്ന വലിയ സാഹചര്യങ്ങൾ വചന പ്രഘോഷണ പ്രേക്ഷിത മേഖലകളിൽ അവിടെയുണ്ട്. നമുക്ക് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ല കേരളത്തിലെ പ്രീസ്റ്റ് അല്ലാതെ അവിടുത്തെ ലോക്കൽ പ്രീസ്റ്റ് കുട്ടികൾ അല്ലെങ്കിൽ വൊക്കേഷൻസ് നമുക്ക് കിട്ടാറുണ്ടോ? നമ്മുടെ ആദ്യത്തെ വെസ്റ്റ് ബംഗാൾ മിഷണറി വൈദികനാകാൻ പോവുകയാണ് ഈ വർഷം. നമുക്ക് കിട്ടിയ ആദ്യത്തെ സന്താളി വൊക്കേഷൻ നമ്മുടെ മിഷൻ്റെ ഫ്രൂട്ടായിട്ട് നമുക്ക് നമ്മുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ്. ആദ്യത്തെ ആൾ 3-4 പേര് ചേർന്നിരുന്നു. അതിൽ ആദ്യത്തെ ആളാണ് ഈ വർഷം ഓർഡൈൻ ചെയ്യും. വിൻസെൻഷൻ കോൺഗ്രിഗേഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവരുടെ കേരളത്തിന് വെളിയിലുള്ള പ്രത്യേകിച്ചും ഈ മദർ തെരേസ മിഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ, അവിടുത്തെ മിഷൻ സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. കച്ചിപ്പുറത്തിരിക്കുകയും കച്ചിപ്പുറത്ത് അവിടെ തന്നെ കിടക്കുകയും അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് അത്ര തീക്ഷ്ണതയോടെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റം ജനങ്ങളെ നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിശ്വാസ കണ്ണുകളോട് കൂടി തന്നെ അത് കാണണം, മനസ്സിലാക്കണം. അത്ര തീക്ഷ്ണതയോടുകൂടിയാണ് ഇവരവിടെ പ്രവർത്തിക്കുന്നത്.